നമ്മൾ നാട്ടിലൊന്നും കാണാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇതാണ് ചുവ. 8 എലികൾക്ക് വില 300 രൂപയാണ്. അരുണാചൽ മിഷന്റെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവർ 8-10 കിലോമീറ്റർ വനത്തിനുള്ളിൽ നിന്നാണ് ഇതൊക്കെ കൃഷി ചെയ്തു കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്നത്. നമ്മൾ അരുണാചലിലെ ഡപ്പോർജ് എന്ന സ്ഥലത്തെ ലോക്കൽ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പല ഇത് ഓറഞ്ച് ആണ്, ഇത് മത്തൻ്റെ ഇലയാണ്. ഇവിടുത്തെ ലോക്കൽ ഭക്ഷണമാണ്. ഇത് ബോയിൽ ചെയ്താണ് അവർ കഴിക്കുന്നത്. അതേപോലെ തന്നെ ലോക്കൽ കൊതുപത്ത എന്ന് പറയും. നമ്മുടെ മലയാളത്തിൽ അതിനെ തണ്ണിമത്തൻ്റെ ഇലയാണ്. ഇത് ആലു ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിച്ച് അവർ കഴിക്കുന്നതാണ്. നമുക്കിവിടെ കാണാം മുളകുണ്ട്, ജാലുക്കുണ്ട്, ചുണ്ടുണ്ട്. ഇത് ബാമ്പു പൊടിച്ചാണ്. ഇവിടുത്തെ ലോക്കൽ മസാലയായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. ഇവർ മസാലയൊന്നും ഉപയോഗിക്കില്ല. ബാമ്പു ടെങ്ക എന്ന് പറയും. ഇത് ഡ്രൈ ബാമ്പു ടെങ്കയാണ്. ഇത് അവർ മസാലയ്ക്ക് പകരം ഉപയോഗിക്കുന്നത്. ഇസ്ക കിतना दाम है? ഒരു പാക്കറ്റിന് 100 രൂപയാണ് ഇതിൻ്റെ വില. ഇത് അവരുടെ ലോക്കൽ ഓർണമെൻറ്റ്സ് ആണ്. നമ്മൾ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ അവർ ഡാൻസിനും അവരുടെ ലോക്കൽ ടച്ചറായിട്ട് ഉപയോഗിക്കുന്ന ലോക്കൽ ഓർണമെൻറ്റ്സ് ആണ് ഇത് നമ്മുടെ കേരളത്തിൽ കാണാത്ത വേറൊരു സാധനം, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരിതാണ്. ഇതിന് മിഥുൻ മിർച്ച എന്ന് പറയും. ഇത് ഒരു മുളക് നമ്മൾ കരക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. ഇതൊരു കപ്പ് മുളകിന് 100 രൂപയാണ് വില. അത്രയ്ക്കും എരിവുള്ള ഇവിടുത്തെ ആൾക്കാർ പറയും മിഥുൻ മിർച്ച. ഇതാണ് ഇവര് ഇവിടെ കഴിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ജംഗിൾ സബ്ജിയാണ്. ഇത് കാട്ടിൽ നിന്ന് പറിക്കുന്ന ജംഗിൾ സബ്ജിയാണ്. ഇത് ചിക്കൻ മീറ്റ് വഗേര ഉസ്കെ അസം ബനാത്തെ നാ. ഇതിനകത്ത് മീറ്റ് ഇട്ട് ബോയിൽ ചെയ്ത് അവർ കഴിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ അവിടെ അവിടെ കോഴി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ആൾക്കാർ മേടിക്കാൻ വേണ്ടി. നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം. അതേപോലെ ഇവിടെ പാനിപ്പൂരി ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ആൾക്കാർ വന്ന് കഴിക്കുന്ന സബ്ജിയാണ്. ഇഞ്ചിയുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ചെറിയ വഴുതനങ്ങയുണ്ട്. പിന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു വിശിഷ്ടമായ ഐറ്റമാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതാണ് ചുവ. ബസ്തിക്ക ചുവ എന്ന് പറഞ്ഞാൽ ലോക്കല് എലിയാണ്. ഇത് ബാമ്പുവിന്റെ സമയത്ത് പ്രത്യേകം ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ തരം എലിയാണ്. അതിനെ ഉണക്കി ഇവര് ഭക്ഷണമായിട്ട് കഴിക്കുന്നു. ഇതാണ് നമ്മൾ ഈ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. ഇസ്കാ കിतना दाम है? ഇത്രയും സാധനത്തിന് 300 രൂപയാണ് വില. അതായത് 1, 2, 3, 4, 5, 6 कितना है टोटल? 8 എലികൾക്ക് വില 300 രൂപയാണ്. इसको कैसे पकाते हैं? इसको इसे पसी बना के ये मुड़ना देता है. नहीं उसका पकने के लिए तो हम लोग बॉयल करके ना पानी को बॉयल करने देके तुला के खाता है फिर. ഇത് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അവർ കഴിക്കുകയാണ്. ഇതിന്റെ രോമങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഏകദേശം ഇതേപോലെ തന്നെയാണ് അവർ കഴിക്കുന്നത്. ഇവിടെ അബു പറഞ്ഞു ഇതിനെ ആദ്യം തീയിലിട്ട് കത്തിക്കും. അന്നേരം ഇതിന്റെ രോമങ്ങളെല്ലാം പോവും. പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മനോഹരമായിട്ട് അവരത് കഴിക്കും. ഇതും വില്ലേജുകളിൽ പോകുമ്പോൾ സാധാരണ നമുക്ക് തരുന്ന ഭക്ഷണമാണ്. ഞാനും പല പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. ബസ്തിമ ജാത്ത സമയം അച്ഛൻ പറഞ്ഞതുപോലെ എലിയെ മാത്രമല്ല കഴിച്ചിട്ടുള്ളത്, പുഴു, പട്ടി, പാമ്പ്. ഇവിടുത്തെ ജനങ്ങൾ എന്തൊക്കെ കഴിക്കുമോ അതെല്ലാം തന്നെ ഈ മിഷണറി വൈദികനും കഴിച്ചിട്ടുണ്ട്. സുവിശേഷത്തിനു വേണ്ടി മിഷണറിമാർ എന്തും ചെയ്യും. അതറിയാവുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് മിഷണറിമാരെന്നാൽ ജീവനാണ്. അതാണ് അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമാവുകയാണ്
ഈ അരുണാചൽ മിഷൻ. ജയ് യേശു. എൻ്റെ പേര് അമല ജോസഫ്. ഞാൻ വയനാട് മാനന്തവാടി രൂപതയിലെ കല്ലുമുക്ക് ഇടവകാംഗമാണ്. ഞാനിവിടെ ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം ഇവിടെ ആയിരിക്കുകയാണ്. ഞങ്ങൾ 29 പേരടങ്ങുന്ന 27th ബാച്ച് ഫുൾ ടൈമേഴ്സ് 13 പേരാണ് ഇവിടെ നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ അരുണാചലിലേക്ക് കടന്നു വന്നപ്പോൾ ഒത്തിരി ആശങ്കകളോടുകൂടിയായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. എന്നാൽ ഇവിടെ വരികയും ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുകയും ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇവരോട് കൂടി ആയിരിക്കുകയും ഇവരുടെ സ്നേഹവും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കടന്നു ചെന്ന് ഈശോയുടെ സുവിശേഷം പങ്കുവെക്കുവാനുള്ള ഒരു ദൗത്യവുമായിട്ട് എനിക്ക് ഈ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. അതിൽ ഞാനിപ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നു. ഒത്തിരി സൗകര്യങ്ങളുടെ നടുവിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാലും ഇവിടെ ഇവരുടേതായ ഉള്ള ആ സാഹചര്യം വെച്ചുകൊണ്ട് അവർ ഒത്തിരി വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഇവിടുത്തെ കുട്ടികളുമാണ്. ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഇവരുടെ ജീവിതശൈലി മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു. ഇവിടെ ഓരോ വില്ലേജുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ എങ്ങനെയാണ് താമസിക്കുന്നത്, അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അവരുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, നമ്മളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തരായ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവരോടുകൂടി ആയിരിക്കുമ്പോൾ എനിക്ക് ഈശോയുടെ സ്നേഹം പങ്കുവെക്കാൻ സാധിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി സൗകര്യത്തിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കാണുമ്പോൾ ഒത്തിരി ആർഭാടമൊക്കെ തോന്നുമെങ്കിലും ഇവരുടെ വളരെ ചെറിയ ഭവനങ്ങളും മുള കൊണ്ടുണ്ടാക്കിയ ഓരോ ഭവനങ്ങളും ഭക്ഷണ രീതിയാണെങ്കിലും നമ്മുടെ പോലെ ഒത്തിരി ആർഭാടമായിട്ടൊന്നുമല്ല. കാട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും മറ്റും ശേഖരിച്ച് അവർ ഭക്ഷണം ഉണ്ടാക്കുകയും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ എത്ര സൗകര്യത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരോട് കൂടി ആയിരിക്കാൻ സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ നാട്ടിൽ നമുക്ക് യുവജനങ്ങൾക്ക് അല്ലെ വൈദികർക്ക് സന്യസ്തർക്ക് ഇവിടെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി സേവനം ചെയ്യാനുള്ള ഒരു സാധ്യതകൾ ഞാൻ കാണുന്നു. ഈ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് ഞാൻ കരുതുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് തോന്നുന്നത്. വളരെ കുറച്ച് കാലമേ ഞാനിവിടെ ഇവരോട് കൂടെ ആയിരുന്നിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ഇവരെ എല്ലാവരെയും ഓർക്കണം. ജയ് യേശു. ഈ അഭിപ്രായം അമലയുടെ മാത്രമല്ല, ഇവിടേക്ക് മിഷൻ അനുഭവങ്ങൾക്ക് വേണ്ടി കടന്നുവരുന്ന ധൈര്യശാലികളായ ഓരോ വ്യക്തിയുടെയും ഏക അഭിപ്രായമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇവിടുത്തെ ജനങ്ങളോടൊത്തുള്ള ജീവിതം. നമ്മൾ അറിയാതെ തന്നെ നമ്മിലെ മനുഷ്യൻ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടും ദൈവചൈതന്യത്താൽ. അത് പിന്നീടുള്ള നമ്മുടെ ജീവിതകാലത്തേക്ക് വലിയ ഒരു മുതൽക്കൂട്ടാകും. സിഗം റിജോ കോളനി. ഇന്നത്തെ മിഷൻ യാത്ര അവിടേക്കാണ്. നല്ല ചെങ്കുത്തായ ഇറക്കമായതിനാൽ സൂക്ഷിച്ചു വേണം നടന്നിറങ്ങാൻ. പോരാഞ്ഞ് വഴുവഴുക്കലുള്ള ചെളിയും. കൂടെ വന്നിട്ടുള്ള ചില യുവാക്കൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഈ വരുന്ന വിപിനച്ചന്റെ നേതൃത്വത്തിലാണ് യുവജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇറങ്ങാൻ നേരം അച്ഛന് എന്തോ പന്തികേട് തോന്നുന്ന പോലെ നിന്നു. പിന്നെ ഒരു പോക്കായിരുന്നു. അടുത്തത് നമ്മുടെ റിപ്പോർട്ടറായ ബ്രദർ ക്യാമ്പന്റെ ഊഴമായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന പോലെയല്ല, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നദി അടുത്താണെന്ന് തോന്നുന്നെങ്കിലും താഴേക്ക് 2-2.5 കിലോമീറ്റർ നടക്കാനുണ്ട് നദിക്കരയിലെത്താൻ. Such a difficult terrain. The missionaries are working here, and these are the Palatine missionaries' workplace. And it's a very hard terrain. Even one step, you miss it, and you would reach directly to heaven. That is the mission over here in Daporjo. See, I had a leech cut over here. I just pushed this leech out. It's a very, very hard mission here. The Palatines have been working here for over several years. Come,
ബ്രദർ ക്യാമ്പന്റെ കയ്യിൽ ഒരു കുഞ്ഞട്ട കടിച്ചതിനാണ് ഇത്രയും റിപ്പോർട്ട് അടിച്ചുവിട്ടത്. We have to climb the wall, and this is not the way, of course, but we are getting down on the stones and miss the step. We are fighting that here. There is no break of footpath, and this seems to be one of the biggest. You know the meaning of Daporinjo? ബ്രദർ ദാപൂർജോ എന്ന ഈ സ്ഥലത്തിന്റെ അർത്ഥം പറയുകയാണ്. ഡാപ്പോ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയും ദുരാത്മാക്കളിൽ നിന്നുമുള്ള സംരക്ഷണം എന്നും റിജോ എന്നാൽ താഴ്വര എന്നും പറയപ്പെടുന്നു എന്നാണ് ബ്രദർ പറഞ്ഞത്. Look at how far this mission is. Looking at the surface, looking at the people around over here. See, these kids are taking that catapult for hunting. And while we are going for a little bit of shoot. Look at there, our director and Prince Ashok along with Father Vipin moving on to that riverside where we are going to have a little bit of shoot. See, to reach here it took us almost an hour and a half, but it is such a beautiful sight to see how these lovely streams are flowing in different directions. Hi guys, hello. ഇവിടെ ഈ സുബൻസിരി നദിയുടെ കരയിലെത്താൻ ഏതാണ്ട് 1.5 മണിക്കൂർ നടക്കേണ്ടി വന്നു. അത്രയ്ക്ക് ദൂരമുണ്ടായിരുന്നു ഇവിടേക്ക്. This boy says that we do not have a good place over here, but there is some other place which is a better place for the shoot. Now, before the shoot, the Sacred Heart School children or students of 10th class, 9th class, 8th class, along with its parish priest and the assistant parish priest and the team Shalom over here. They're Jibin and they are the Shaji Chata and Prince Cheta, and of course that girl Amala, and she is of the Jesus Youth. And there is that guy. Who is that guy who just waved a hand? Yeah, he is a school student over there. And this river is called as Subansri River. സുബൻസിരി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. സുബൻസിരി നദിയുടെ നീളം 442 കിലോമീറ്റർ ആണ്. ഇവിടെ കാണുന്ന ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ചെറിയ ഭവനങ്ങളിൽ താമസിക്കുന്നത് അങ്ങകലെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും ഇവിടേക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിനായി കടന്നു വന്നിട്ടുള്ള കുടുംബങ്ങളാണ്. ഇവർ നദിക്കരയിലുള്ള ഈ സ്ഥലത്തിന് വാടക കൊടുത്തിട്ട് അവിടെ ചെറിയ ഭവനം നിർമ്മിച്ച് താമസിക്കുന്നു. നിത്യച്ചെലവിനായി മിക്ക വിദ്യാർത്ഥികളും പഠനത്തോടൊപ്പം ചെറിയ തൊഴിലും ചെയ്തു പോരുന്നു. ദാപോറിജോയിലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഭവനം സന്ദർശിച്ചിറങ്ങുകയാണ്. മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ക്ഷേമം അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുന്നു ഇവിടുത്തെ യുവജനങ്ങൾ. ഇത് ഞങ്ങൾ ദാപ്പോയിലെ യുവജനങ്ങളാണ്. സേക്രഡ് ഹാർട്ട് പാരീഷിലെ പ്രധാനമായിട്ടും ഞങ്ങളുടെ ഇടവകയിൽ ഏകദേശം 150ഓളം യുവജനങ്ങളുണ്ട്. ഞങ്ങളുടെ മേഖല എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇവരുടെ ആത്മീയ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടും ഇൻ്റലക്ച്വലിയും ഒരു നല്ലൊരു വളർച്ചയാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ യുവജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഈശോനെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈശോനെ അവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ അവരെ ഒത്തിരി ഫോഴ്സ് ഒന്നും ചെയ്യേണ്ട. അവരെല്ലാ ദിവസങ്ങളിൽ പള്ളി വരികയും വളരെ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച. ആ ദിവസങ്ങളിൽ അവർ പള്ളിയിൽ വരികയും പ്രാർത്ഥനയിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം കായികപരമായിട്ട് കളികളിലൊക്കെ ഏർപ്പെടുകയും കൂടുതൽ തീക്ഷ്ണതയോടെ യേശുവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അവർ വളരെ മിടുക്കരാണ്. ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ യൂത്ത് എന്ന നിലയിൽ, യുവജനങ്ങൾ എന്ന നിലയിൽ, ഒന്നാമതായിട്ട് ഭവന സന്ദർശനം, രോഗികളുള്ള വീടുകളിലെല്ലാം പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ മറ്റും ഇവർക്ക് വേണ്ടി തയ്യാറാക്കുക, ഇവരെ എല്ലാ രീതിയിലും വളരാൻ ഇവരുടെ വളർച്ചയിൽ പ്രോത്സാഹനം ചെയ്യുക, അതിനൊക്കെയായിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്.
അരുണാചൽ മിഷൻ്റെ അഭിമാനമാണ് ഇവരെല്ലാവരും. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഉത്സാഹവും തീഷ്ണതയും ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസത്തിലേക്ക് വളർന്നു വന്നിട്ട് അധികം നാളുകളായിട്ടില്ല, വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഈശോയുടെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്. സാധാരണക്കാരായ ഈ മനുഷ്യരുടെ ജീവിത രീതി നമ്മുടെ നാടിനേക്കാളും വ്യത്യസ്തമാണ്. ദിവസം 2 നേരം മാത്രമേ ഇവർ ഭക്ഷണം കഴിക്കുള്ളൂ. അതും 2 നേരം ചോറാണ് കഴിക്കുന്നത്. പകൽ 11 മണിക്കും വൈകുന്നേരം 6 മണിക്കും. അതിൽ ഇവർ സംതൃപ്തരാണോ എന്ന് ഇവരോട് ചോദിച്ചാൽ മറുപടിയായി നിഷ്കളങ്കമായി പുഞ്ചിരിക്കും. എന്നിരുന്നാലും ഇവർക്കെപ്പോഴും സംതൃപ്തിയും സന്തോഷവുമാണ് ജീവിതത്തിൽ. ഇവിടെ ഈ ഡാപ്പോർജോ സേക്രഡ് ഹാർട്ട് പള്ളിയിലുള്ള യുവജനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. ഇവരുടെ എല്ലാം വീടുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. മറ്റു പല ദൂരെയുള്ള ഈ മലകളിലുള്ള വില്ലേജുകളിൽ നിന്നും അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ഡാപ്പോയിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ട് ഇവർ പഠനത്തിൽ ശ്രദ്ധിക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഇവർക്കൊരു നല്ല ഒരു വളർച്ച ലഭിക്കാൻ, പ്രത്യേകിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി തീരുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഒരു നല്ല ഒരു കത്തോലിക്ക വിശ്വാസമായി വളരുവാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. हमको जानते आप कितना कोशिश करते हैं इधर आने के लिए, कुछ करने के लिए, प्रार्थना करने के लिए. वो आपका मन में इतना प्यार है यीशु के वजह से, और चर्च को प्यार करते हैं, कुछ कोई कोशिश करने के लिए तैयार है. सबको आपको इस अवसर पर धन्यवाद देते हैं. ഇവരെക്കുറിച്ച് മിഷണറിമാർ പറയുന്ന ഒരു കോംപ്ലിമെന്റ്, ഇവർക്കാർക്കും തന്നെ ജീവിത വ്യഗ്രതയില്ല, ടെൻഷൻസ് ഇല്ല. ജീവിതത്തിൽ ക്രിസ്തു കൂടി ചേർക്കപ്പെട്ടപ്പോൾ ഇവർ ആകെ മാറി. ആനന്ദകരമായ ജീവിതമാണ് ഇവർ ഇപ്പോൾ നയിക്കുന്നത്. ഈ നിമിഷത്തിൽ നമുക്കറിയാം ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും വളരെ പ്രത്യേകിച്ചുമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കുവാനും നല്ല വളർച്ചയിൽ നല്ല രീതിയിൽ വളരുവാനും ഇവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ നല്ല യൂത്ത് എന്ന നിലയിൽ ഇവർക്ക് എല്ലാ മംഗളങ്ങളും നേരുകയാണ്. സഭയ്ക്കും സമൂഹത്തിനും ഒരു നല്ല മുതൽക്കൂട്ടായി വളരുവാൻ ദൈവം ഇവരെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ജയ് ജയ്സു. മിഷണറിമാർ പറയുന്നതും ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്കുമായി കടന്നു വരുന്നവരും പറയുന്നത്,
ഇവരിൽ പ്രകടമാകുന്ന ഈ ആത്മീയ ആനന്ദത്തെക്കുറിച്ചാണ്. ഇവരുമായി സഹവർത്തിക്കുന്നവർക്ക് കൂടി ഈ ആനന്ദം പകരപ്പെടുന്നു എന്ന വസ്തുതയാണ്. തീർച്ചയായും പരിശുദ്ധാത്മ ചൈതന്യം ഇവരിൽ കുടികൊള്ളുന്നുണ്ട്. ഇവരോടൊപ്പം ജീവിച്ചവരുടെ അഭിപ്രായമാണ്. ആരെക്കുറിച്ചും ഇവർക്ക് ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല. എന്നും സന്തോഷം, എപ്പോഴും സന്തോഷം. അരുണാചൽ മിഷന്റെ ദാപോറിജോയിലെ ഈ യുവജന കൂട്ടായ്മയ്ക്കു വേണ്ടി കൂടി പ്രാർത്ഥിക്കാമെന്ന് നമുക്ക് മനസ്സിൽ തീരുമാനമെടുക്കാം. ഇവരെല്ലാവരും തന്നെ വളരെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടേക്ക് ചേക്കേറിയവരാണ്. ഇവരുടെ ലക്ഷ്യമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി അങ്ങനെ നല്ലയൊരു ഭാവി ഇവർക്കെല്ലാവർക്കും സിദ്ധിക്കാൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഇവരെ സമർപ്പിക്കാം. സുബാൻസിരി നദിയുടെ കരയിലുള്ള ഈ ചെറുഗ്രാമത്തിൽ കുടിയേറി താമസിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇതാണ് നമ്മുടെ പള്ളി. പ്രധാന വാതിലിന് രണ്ടു വശത്തായി 2 യൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. പള്ളിയിലേക്ക് വരുന്നവരെ സ്വീകരിക്കാനാണ് അവർ നിൽക്കുന്നത്. ഞാൻ ബ്രദർ ജോൺ, പലോട്ടിൻ സഭാംഗമാണ്. ഞാനിവിടെ ഡാപ്പോർജിയിൽ 1 വർഷത്തേക്ക് റീജൻസ് ചെയ്യുന്നു. എന്റെ നാട് മണിപ്പൂരാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന മിഷണറിമാരിൽ നിന്നാണ് ഞാൻ വിശ്വാസം സ്വീകരിച്ചത്. കേരളത്തിൽ നിന്നും വരുന്നവരും ഇവിടെ വിശ്വാസം വിതയ്ക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എനിക്ക് വിശ്വാസം ലഭിച്ചതുപോലെ തിരിച്ചും ലോകത്തിന് മുഴുവൻ വിശ്വാസം നൽകുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ പലോട്ടിൻ സഭയിലുള്ള പരിശുദ്ധാത്മാവിന്റെ വിളിക്ക് ഞാൻ പ്രത്യുത്തരം നൽകി. To the call of the Holy Spirit in this Pallottine society. And അതോടൊപ്പം തന്നെ എല്ലാ വൈദികരെയും മറ്റുള്ളവരെയും ഞാൻ ക്ഷണിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ദൈവമഹത്വത്തിനായി ഭാവിയിൽ ഇവിടെ തന്നെ അനേകം വൈദികരെ രൂപപ്പെടുത്തുന്നതിനും മറ്റു നാടുകളിൽ സുവിശേഷം നൽകുന്നതിനും ഇടയാകട്ടെ. greater glory of God. Jai Jesu. ദാപോറിജോയിലെ ഈ ദേവാലയത്തിൽ നടക്കുന്ന ഓരോ ദിവ്യബലിയും ഇവർ ആത്മീയമായ ആഘോഷത്തോടെയാണ് നടത്തുന്നത്. പണ്ടിവിടെയുള്ളവർ ഒരു വിശുദ്ധ കുർബാനയ്ക്കു വേണ്ടി അതിയായി കൊതിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇവിടേക്ക് മിഷണറി വൈദികർ വന്നതിന് ശേഷമാണ് വല്ലപ്പോഴും കുർബാനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചത്. അതിനുശേഷം എല്ലാവരും കൂടി അധ്വാനിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇങ്ങനെ ഒരു നല്ല ദേവാലയം പണിതു. അതിന്റെ ഒരു നിർവൃതിയിലാണ് ഇവിടുത്തെ മുഴുവൻ ദൈവജനവും. വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുത്ത ഒരു ജനതയെയാണ് നാം ഇന്ന് കാണുവാൻ പോകുന്നത്. കൊടുങ്കാട്ടിനുള്ളിൽ കൃഷി ചെയ്ത് കിട്ടിയ ഫലങ്ങളാണ് ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് കാഴ്ച സമർപ്പണത്തിനായി കൊണ്ടുവന്നിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു കത്തോടുകൂടി 2 ടീഷർട്ട് കണ്ടു. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 2018 നവംബറിൽ അന്തരിച്ച ടാനിയ പെറും എന്ന വ്യക്തിയുടെ പക്കൽ ഈ വസ്ത്രം എത്തിക്കാൻ അച്ഛൻ ദയവായി ഈശോയോട് പ്രാർത്ഥിക്കണേ. നന്ദി എന്നാണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. നിഷ്കളങ്കമായ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് നമുക്കിതിലൂടെ ദൃശ്യമായിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവർ എല്ലാവരും തന്നെ കുർബാനയുടെ തുടക്കത്തിന് വളരെ നേരം മുൻപേ തന്നെ സന്നിഹിതരായവരാണ്. ദിവ്യബലിയുടെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പ്രത്യേകത, വന്നിരിക്കുന്ന ഇടവക ജനത്തിൽ ഭൂരിഭാഗവും യുവതീ യുവാക്കളാണ്.
यीशु क्रिस्त की कृपा, ईश्वर का प्रेम तथा पवित्र आत्मा का सानिध्य आप सबों को प्राप्त हो। क्रिस्त में मेरे प्रिय भाइयों बहनों, सबको जय यीशु। ജയ് ജിസു എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുഖ്യകാർമ്മികനായ തോമസ് അച്ചൻ വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത്. ബിജു അച്ഛനെയും ഷാലോൺ ടെലിവിഷനെയും ഇടവക ജനത്തിന് പരിചയപ്പെടുത്താനും അച്ഛൻ മറന്നില്ല. फादर बेगियो में 5 साल काम किया, बेगियो अब जाता है, और साथ ही साथ हमारा 4 भाई लोग थे। शालोम टीवी से केरला का हमारा कैथोलिक टीवी चैनल है शालोम, और उन लोग आज हमारे मिशन में फादर लोग, सिस्टर लोग और हम लोग हमारा विश्वास को दूसरों को तक पहुंचाने के लिए आज हमारे मिशन में आया हुआ है। Seluruh penghuni boleh nama pera peri, detik peri. Kemudian boleh nama detik peri, detik peri. Okay. ഇവരിൽ കാണുന്ന ഈ സന്തോഷം ഇവരുടെ ഭാഷയിലുള്ള അച്ഛൻ്റെ സംഭാഷണം കേട്ടിട്ടാണ്. നിഷി ഭാഷയിലാണ് അച്ഛൻ ഇവരോട് സംസാരിക്കുന്നത്. ബിജു അച്ഛൻ ഈ ഗോത്രഭാഷ പഠിച്ചെടുക്കാൻ ഏതാണ്ട് 6 മാസം എടുത്തുവെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഗോത്രവർഗക്കാർക്കിടയിൽ മിഷണറിമാർ സ്വീകാര്യരാകാൻ എളുപ്പം സാധിച്ചതും ഈ ഭാഷാ പഠനമാണ്. അത് ഇവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറാൻ മിഷണറിമാരെ സഹായിക്കും. ഇവരുടെ ഭാഷയിൽ ഇവരോട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരെ നമ്മൾ അംഗീകരിക്കുന്നതായാണ് മിഷണറിമാർ പറയുന്നത്. जगह तो पानी जब पानी जगह उठ दो पाए जिसु के तुकुम्बी सम तम सरदरपा असासानिया तम सरदरपा जिसु बिकने में पा मैं तम सर कर दूँ अंकर कर दूँ ऐसे देखो अतुम की यारी भाई नम दुरालो मुझे अन्य आले संपर्क जो है मुझे यूनिट चाहिए हाथ पैकिंग का दो रुपया यूनिट हाथ पैकिंग का अभियोग इंस्टाइल संपर्क बातों आसानी का बात चिंता नहीं अरे वो अन्य आला दो आए वो जिसु के अभियोग ने मुंह पड़ी जिसु के असली आदि मुंह पड़ी है लोगे मंगता है जय यीशु पवित्र आत्मा के साथ तुझे समाधान का महिमा युगानुयुग मिलती रहती है। തപ്പുകൊട്ടും സംഗീതവും നൃത്തവും കൊണ്ട് സമ്പന്നമാണ് ഇവിടുത്തെ വിശുദ്ധ കുർബാനകൾ. ആത്മീയമായ വൻ ആഘോഷമാണ് ദൈവജനം ഈ ദേവാലയത്തിൽ ആസ്വദിക്കുന്നത്. ഇവർ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത് പരാതിപ്പെട്ടികളുമായല്ല. നിവേദനത്തിൻ്റെ നീണ്ട ലിസ്റ്റുകളില്ല മനസ്സിൽ. ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മിഷണറിമാരെയാണ് എപ്പോഴും ഇവർ കാണുന്നത്. അതുകൊണ്ട് ഇവർക്ക് മറ്റൊന്നും തന്നെ വേണ്ട എന്ന മനോഭാവമാണ്. മുതൽക്കൂട്ടായി ഇവർക്കാകെയുള്ളത് മിഷണറിമാരിലൂടെ പകരപ്പെട്ട ക്രിസ്തു സ്നേഹം മാത്രം. അതിനാലാവണം നേരത്തെ പറഞ്ഞ പോലെ ജീവിത സംഘർഷങ്ങളില്ല. സ്വർഗീയമായ ആനന്ദമാണ് ഇവർ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്നത്. ഇവരോടൊപ്പമുള്ള മിഷൻ ജീവിതത്തിൽ പങ്കാളികളാകുമ്പോൾ പ്രേക്ഷകർക്കും ആനന്ദകരമായ ഇവരുടെ ഈ ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ അത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ടെൻഷൻസ് മാറും. അതാണ് ഇവരിലുള്ള പരിശുദ്ധാത്മ ചൈതന്യത്തിൻ്റെ ഒരു ശക്തി. അത്രയ്ക്ക് നിഷ്കളങ്കമാണ് ഇവരുടെ മനസ്സ്. മരിച്ചുപോയ സഹോദരനു വേണ്ടി ടീഷർട്ടുകൾ നൽകിയ മനസ്സിൻ്റെ വലിപ്പം എത്രമാത്രമായിരിക്കും? കാപട്യമില്ലാത്ത സ്നേഹമാണ് എല്ലാവർക്കും. അതാണ് ദാപോറിജോയിലെ ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിൽ ഒരു വൻ ജനാവലിയെയാണ് അരുണാചൽ മിഷണറിമാർ ക്രിസ്തുവിനു വേണ്ടി നേടിയിരിക്കുന്നത്.
മറുപടിയായി ഇവർ മിഷണറിമാരെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വന്തമാകാൻ സാധിച്ചതിന്റെ സന്തോഷവും നന്ദിയും എല്ലാവരിലും ദൃശ്യമായിരുന്നു. മിഷണറിമാരിലും സന്തുഷ്ടി നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഭാഗമായതിന്റെ പ്രതീതി. ഇന്ന് പലരും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്നതും മിഷണറിമാരെ സന്തോഷപ്പെടുത്തുന്നു. ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സന്തോഷത്തിന്റെ ഗ്രാഫ് ഒരുപോലെ തന്നെയാണ് എന്നത് വലിയ ഒരു പ്രത്യേകത തന്നെയാണ്. സംതൃപ്തി അതെല്ലാവർക്കും ലഭിക്കുന്ന കൃപയല്ല, നിഷ്കളങ്ക ഹൃദയർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ദൈവിക വരദാനമാണ്. ദാപോറിജോയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അരുണാചൽ മിഷന്റെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ജയ് ജിസു.